നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനാരാ? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ വേലക്കാരനോ? പ്രണവേ, എന്താ ഉണ്ടായത്? എന്താ സംഭവം? അത് പറ. എന്തോ ഞാൻ പറയണ്ട, അത് ചോദിക്ക്. പ്രണവ് എന്തിനാ ഇത്രയും കുടിച്ചത്? എന്ത് വിഷമാ പ്രണവിനുള്ളത്? അത് പറ. അതോ, അതെന്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ആ ഗൗതമ എന്ത് വിചാരിച്ചു ചെയ്യുന്നത്? ഞാൻ ആരാ? ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ വേലക്കാരനോ? ഒരു തെറ്റ് പറ്റി എനിക്ക്. തെറ്റാക്കാൻ പറ്റത്തില്ലേ? മുഴുവൻ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചാ എന്നെ അപമാനിച്ച. എന്നെ പൊട്ടനെന്ന് വിളിച്ചവൻ കഴിവില്ലാത്തവനെന്ന് വിളിച്ചു. കാണിച്ചു തരാം. എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചെന്നെ കാണിച്ചു കൊടുക്കുന്നു. എന്നെ പൊട്ടനെന്ന് വിളിച്ചവൻ കഴിവില്ലാത്തവനെന്ന് വിളിച്ചു. എന്തൊക്കെയാ ദൈവമേ ഇവനീ പറയുന്നത്? ആന്റിക്ക് പ്രണവിന്റെ കാര്യത്തിൽ എത്രത്തോളം സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. അതേ സങ്കടം ഇപ്പൊ എനിക്കും ഉണ്ട്. ഒരു ചെറിയ വിഷമം മതി പ്രണവിനത് താങ്ങാൻ പറ്റില്ല. ഇത്രയും സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരാളിന് അമ്മ കൂടെ തല്ലിയ പ്രണവിനത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? തെറ്റമ്മയിൽ നിന്നെങ്കിലും ഒരല്പ സ്നേഹം പ്രണവ് ആഗ്രഹിക്കുന്നുണ്ട് ആന്റി. ഇപ്പോഴും പ്രണവിനെ പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ. എല്ലാവരും ചേർന്ന് പ്രണവിനെ ഒറ്റപ്പെടുത്തുന്നു. ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും ആരുമില്ല ആന്റി. അമ്മ പോലും ഗൗതമിനെ മാത്രം സ്നേഹിക്കുന്നു എന്നാ പ്രണവ് പറയുന്നത്. തുറന്നു പറയാലോ, പ്രണവ് എന്തെങ്കിലും കടുങ്കി ചെയ്ത് ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് പേടിയാ. എന്ത് വർത്താനോ ശിവാനി നീ പറയുന്നത്? അങ്ങനെ ഉണ്ടാവാതിരിക്കാന് അവകാശം ഇല്ലെങ്കിൽ പ്രണവിന്റെ കാര്യത്തിൽ ഞാൻ കയറി ഇടപെടുന്നത്. അതാ എനിക്കറിയോ. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതെനിക്കും അറിയാം. 6 മാസത്തെ കാലാവധി മാത്രമേ എനിക്ക് വീട്ടിലുള്ളൂ എന്നും എനിക്കറിയാം. അതിനുള്ളിൽ പ്രണവിന്റെ മനസ്സിലേക്ക് കയറി പറ്റാനോ അവിടെ ഒരിടം നേടിയെടുക്കാനോ മനഃപൂർവ്വമായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഈ വീട്ടിൽ 6 മാസം പൂർത്തിയാവുന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഒരാളോടും ഒരു യാത്ര പോലും പറയാൻ നിൽക്കാതെ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങി പോവും. പക്ഷെ ഒരാഗ്രഹമുണ്ട്. അതിനു മുന്നേ എനിക്ക് പ്രണവിനെ ഒന്ന് സേഫ് ആക്കണം. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം പ്രണവ് വേദനിക്കരുത്, ആരാലും അപമാനിക്കപ്പെടുകയും ചെയ്യരുത്. ഞാൻ നോക്കുന്നത് പ്രണവിന്റെ മാത്രം സന്തോഷം. 6 മാസം കഴിഞ്ഞ് മരണം വരെയും ഈ 6 മാസത്തെ ഓർമ്മയിൽ വേണം എനിക്ക് ജീവിക്കാൻ. അതേതെങ്കിലും അനാഥാലയത്തിന്റെ തിണ്ണയിലായാലും ഈ ഓർമ്മകളും അധികവും എനിക്ക് കൂട്ടിന്. ഞാൻ ആന്റിയെ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് പ്രണവിന് വേണ്ടിയാ. എങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാം. ആന്റി എന്നോട് ക്ഷമിക്കണം. കണ്ണടച്ചങ്ങ് കിടക്കായിരുന്നില്ലേ? പതുക്കെ പതുക്കെ അങ്ങ് ഉറക്കം വന്നേനായിരുന്നല്ലോ. ഈ പ്രണവ് എന്താ പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവം മാറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശിവാനി ഇളക്കി വിട്ടതാണെങ്കിൽ തന്നെ അവനിങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? എന്തോ ആവട്ടെ ഗൗതം, ഇനിയിപ്പോ അവനെ ശിവാനിയായിട്ട് പിരികേറ്റി വിട്ടതാണെങ്കിലും ശരി, സ്വന്തം തീരുമാനമാണെങ്കിലും ശരി, അവന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് വേണം നമ്മൾ തീരുമാനിക്കാൻ. നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? സ്വന്തമായിട്ട് ആരും ഇടപെടാത്ത ബിസിനസ് വേണമെന്നല്ലേ അവന്റെ ആഗ്രഹം. നമ്മൾ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? അവൻ അവന്റെ വഴി നോക്കട്ടേന്നേ. എന്ത് മനസ്സിലാക്കിയിട്ടാ നിധി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുറച്ച് മുന്നേ പോലും ഇപ്പൊ തനിച്ച് ബിസിനസ് തുടങ്ങണ്ടെന്ന്
അവനെ ഉപദേശിച്ചവളല്ലേ നീ? പെട്ടെന്നെന്താ നിനക്ക് മനസ്സ് മാറിയത്? ഞാൻ കുറെ നേരമായിട്ട് ആലോചിക്കുകയായിരുന്നു, എത്ര നാളെന്ന് കരുതിയാ ഒരാളെ നമുക്ക് പിടിച്ചു നിർത്താനാവുന്നത്? എന്ന് കരുതി അവനെ അവന്റെ വഴിക്കെങ്ങ് വിടാൻ പറ്റുമോ?